ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിശാൽ പറയാൻ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്നൊക്കെ പറയാനേ. അന്നേരം ജയബാലൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, അച്ഛന് വേണ്ടിയിട്ട് നീ ചെയ്യുന്നതൊക്കെ ശരിയാണ്, പക്ഷെ നീ തിരഞ്ഞെടുത്ത രീതി ശരിയല്ല എന്നൊക്കെ പറയും. അപ്പോൾ നിവിനേട്ടനാണ് എന്നെ ഏറ്റവും കൂടുതൽ അടിച്ചത്, നിവിനേട്ടനും കാരനാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ രാജേശ്വരി ചോദിക്കുന്നുണ്ട്, എന്ത് നിവിൻ കാരനോ? അതെ, കാവേരിയോടെ നടു റോട്ടിൽ നിന്നിട്ടാണ് ഐ ലവ് യു എന്ന് വിളിച്ച് പറഞ്ഞത്. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിവിൻ ചേട്ടന് മാത്രം മനസ്സിൽ ആലോചിച്ചിരിക്കുന്ന എൻ്റെ രാഗിണി ചേച്ചിയെ ഞാൻ ഓർത്തുപോയി, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പറയാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് രാത്രിയായിട്ടും യമുന ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കാണുമ്പോൾ കാവേരി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ എന്താ ഉറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല ചേച്ചി, എനിക്ക് പേടിയാവുന്നു എന്ന് പറയാം. എന്തിനാ മോള് പേടിക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഇല്ലേ, അവൻ വരും ചിലപ്പോൾ എന്ന് പറയാൻ കേട്ടോ. അവനോ? അവൻ വരും, അവൻ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാവും ചേച്ചി, അടച്ചിട്ട് മുറിയിൽ ചെന്നിരിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സമനില തെറ്റിയ പോലെ സംസാരിക്കുകയാണ്. അവൻ്റെ ഷൂവിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ചേച്ചി, ഞാൻ ഉറങ്ങാൻ കിടന്നാൽ ചിലപ്പോൾ അവൻ വീണ്ടും വരും എന്നൊക്കെ പറയുകയാണെ. അന്നേരം കാവേരി പറയുന്നുണ്ടില്ലേ മോളെ, അവൻ വരൂല, വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അവനെ പറഞ്ഞയച്ചോളാം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് വീണ്ടും ഗംഗ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവൻ വരും, ഉറപ്പായിട്ടും വരും, എന്നെ ഉപദ്രവിക്കാനായിട്ട് അവൻ വരും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നിർബന്ധിച്ച് കാവേരി കൊണ്ടുപോയി കെടുത്തുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ ഗംഗയ്ക്ക് നല്ല പനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മയും നീളമോളും അതുപോലെ തന്നെ ശാരദയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഞാൻ കിടന്നിട്ടൊന്നുമില്ല, ഞാൻ എപ്പോഴും വന്ന് നോക്കുന്നുണ്ട്, അപ്പോൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, പിച്ചും വേഗം പറയുന്ന പോലെയാണെന്ന് പറയും. അപ്പോൾ നീളമോള് പറയുന്നുണ്ട്, ഞാനിവിടെ തന്നെ കിടന്നോളാം, എനിക്ക് യമുന ചേച്ചി കണ്ടുകൊണ്ട് കിടക്കണം എന്ന് പറയുകയാണ്. അന്നേരം ശാരദ പറയുകയാണ്, എനിക്ക് നടു വെട്ടിയിട്ട് പാടില്ല, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് പോകും. പക്ഷെ അപ്പോഴേക്കും യമുന വീണ്ടും അലറി വിളിക്കാനായിട്ട് അന്നേരം വിളിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് സങ്കടം വന്നിട്ട് ഇതുപോലുള്ളൊരു കോച്ചിനെ ഉപദ്രവിക്കാൻ അങ്ങനെ തോന്നിയവർക്ക് അവരൊരിക്കലും ഗതി പിടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശാരദ വന്നിട്ട് കാവേരിയുടെയും ഗംഗയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയും, ഈ ആത്മാക്കളൊന്നും ഇല്ലയെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു ചോദിക്കുകയാണ്. അപ്പോൾ ആത്മാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇതൊക്കെ കാണുന്നുണ്ടാവില്ലേ, നിൻ്റെ അച്ഛൻ്റെ ആത്മാവ് കണ്ടുകൊണ്ട് ഇതൊക്കെ നടക്കുമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം കാവേരി പറയുന്ന എല്ലാ കാര്യങ്ങളും ആത്മാക്കളെ ഏൽപ്പിച്ചാൽ എങ്ങനെയാണ് ശരിയാവാം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്ത് ചെയ്യണം എന്നാണ് ഈ പറയുന്നത് ചോദിക്കുമ്പോൾ ഗംഗ ചോദിക്കണം. പറഞ്ഞ് കേസ് കൊടുക്കണം എന്ന് പറയുന്നത്, കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങളാവും, ആരും അവളെ കയ്യും കാലും കെട്ടി കൊണ്ടുപോയതൊന്നുമല്ലല്ലോ, അവൾ സ്വയം ഇഷ്ടത്തിനും പോയതല്ലേ, അപ്പോൾ പിന്നെ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാരദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഈ സമയം കാവേരി വന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് അടുത്ത് നിന്നിട്ട് കുട്ടിക്ക് അറിയണം, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അച്ഛാ, എനിക്കിത് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണേ. പിറ്റേ ദിവസം രാവിലെ തന്നെ യമുനനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് വരികയാണ് ശാരദയും കാവേരിയും കൂടിയിട്ട്. അന്നേരം ആൾക്കാരൊക്കെ വന്നിങ്ങായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മരുന്ന് കിറ്റൊക്കെ ഉണ്ടല്ലോ, ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോയതാണോ, 2-3 ചെറുപ്പക്കാരെ കൂടെ ഒരു ദിവസം 1-2 ദിവസം കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ പനിയായിട്ട് കൊണ്ടുപോയതാണെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, എല്ലാവരോടും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയാണെന്നൊന്നും ആരോടും പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ശാരദ പറയാൻ, എൻ്റെ കൊച്ചിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കാവേരി പറയണേ, ഇതേ ഈ വക കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വന്നു പോകും ഒരുത്തരും, ഞങ്ങളിവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടിട്ട് അന്നൊന്നും കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ ആരെയും, ഇനിയും ആവശ്യമില്ല നിങ്ങളെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പോവുകയാണേ. പോകുന്ന സമയത്ത് പിന്നെ നിന്നിട്ട് പറയും, ഓ ഇതാണ് ഇപ്പോൾ കാര്യം എന്ന് ഒരു പെണ്ണ് പറയാണ് കേട്ടോ. ഇതിപ്പോൾ അവർ വേണ്ടെങ്കിൽ വേണ്ട, പെണ്ണ് വയറും വീർപ്പിച്ച് വന്ന് നിന്നിട്ടുണ്ടെങ്കിലേ അവരെല്ലാം അനുഭവിക്കുക, അല്ലാണ്ട് നമ്മളല്ലല്ലോ എന്ന് പറയുകയാണേ. അന്നേരം കാവേരിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. എന്താടി പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് കാവേരി അങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. തിരിഞ്ഞ് നിന്നിട്ട് കാവേരി ഒരു കല്ലെടുത്തിട്ട് അവരെ എറിയാണ് കേട്ടോ. അപ്പോഴേക്കും അവർ അയ്യോ എറിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ. ഓടാനൊന്നും പറ്റുന്നില്ല അവർക്ക്. പക്ഷേ അപ്പോഴേക്കും കാവേരി ഓടി ചെന്നിട്ട് കല്ലെടുത്ത് ഇങ്ങനെ എറിയാണ് കേട്ടോ. എൻ്റെ മുറ്റത്ത് ഒരറ്റണം വന്നു പോകരുതെന്ന് പറഞ്ഞിട്ട് ഓടിക്കുകയാണ് അവരെ. പിന്നെ കാണിക്കുന്നത് വിശാലിനെയും കൂടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ജയപാലൻ. അന്നേരം ജയപാലിൻ്റെ ഫോണിലേക്ക് ഓരോരുത്തർ വിളിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. വിശാലിന് എന്ത് പറ്റി, വിശാലിന് ആൾക്കാർ തല്ലിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല, ആരും തല്ലിയതൊന്നുമല്ല, അവനൊരു ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചതാണെന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. അന്നേരം വിശാൽ ഇങ്ങനെ വിഷമമാവട്ടെ. വിശാൽ ഇങ്ങനെ ജയപാലിനോട് പറയാ, അച്ഛാ ഞാൻ അച്ഛനോടൊരു കാര്യം പറയട്ടെ, അച്ഛൻ എന്നോട് ക്ഷമിക്കുക അച്ഛാ, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്, ഞാൻ അച്ഛന് വേണ്ടിയിട്ടാണ് ചെയ്തെങ്കിലും ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അച്ഛൻ നാണക്കേടായില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ, സാറില്ല മോനെ നീ ചെയ്ത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നീ തിരഞ്ഞെടുത്ത രീതി തെറ്റാണ്, നീ ഒരാളെ കൊന്നിട്ട് വായോ, അച്ഛൻ നിന്നെ സഹായിക്കും, പക്ഷേ ഒരു പെണ്ണ് കേസിൽ ഇടപെട്ടിട്ട് വരരുതിട്ടാന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അന്നേരം അവിടേക്ക് പ്രവീണ വരെ, ഓഹോ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ഇന്നലത്തെ ശത്രുത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളിങ്ങനെ ആജീവനാന്ത ശത്രുവായി പോകുന്നു, പിന്നെ പൊടി അത് നിനക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് തോന്നിയാണെന്ന് ജയപാലൻ പറയും. ഇവനെ എൻ്റെ മോനാ, ഇവനെ സംരക്ഷിക്കാൻ എനിക്ക് അറിയും എന്ന് പറയും.
അന്നേരം നമ്മളെ പ്രവീണ പറയുകയാണെ അതെ എന്നാലും അവർ ചെയ്തത് വളരെ തെറ്റാണ്. ഇവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മുറിയിൽ അടച്ചിട്ടു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ, അല്ലാണ്ട് അവരെ വേറെ ഒരു രീതിയിൽ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. അതിന് അവർ നമ്മളോട് ഇങ്ങോട്ട് നന്ദി പറയണം. എന്നിട്ട് അവരെന്തൊക്കെ ചെയ്തത്, ആ പെണ്ണുങ്ങളെ വരെയും ഇവനെ കൈവച്ചു. ബുൾഡോസർ കയറി ഇറങ്ങിയ പോലെ ഉണ്ടെന്നല്ലേ ഡോക്ടർ പോലും പറഞ്ഞത്, ജയബാലേട്ടൻ കേട്ടില്ലേ. എന്നിട്ട് ആ ചെക്കൻ ഉണ്ടല്ലോ, ആ തുന്നക്കാര ചെക്കൻ, അവനാണ് ഇവനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. കാറിൻ്റെ ഡിക്കിലെ ഇവനെ ചവിട്ടി പിടിച്ചിട്ടാണ് നിന്നിരുന്നതെന്നാണ് പറഞ്ഞത്. വായിൽ തുണി വരെ കുത്തി കയറ്റി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ശരിക്കും കേസ് കൊടുക്കേണ്ടത് നമ്മളാണ്. അവർ കേസ് കൊടുക്കാത്തത് വലിയ കാര്യമായി എന്ന് പറഞ്ഞിട്ടല്ലേ ജയപാലേട്ടൻ ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ കേസ് കൊടുക്കേണ്ടതാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ജയപാലന് ശരിക്കും അങ്ങനെ ഒരു തോന്നൽ വരികയാണ് കേട്ടോ. ജയപാലൻ കേസ് കൊടുത്താലോ എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോല് കാണിച്ചിട്ടുള്ളത് യമുന ഇങ്ങനെ സങ്കടത്തോടു കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പോലീസുകാർ വിനീതിനെ അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ വിനീതിൻ്റെ പേരിൽ ജയപാലൻ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജയപാലൻ കൊടുത്ത കേസിൻ്റെ ഇതിൽ അവരന്വേഷിക്കാൻ വരുമ്പോൾ പോലീസുകാരോട് വിനീത് ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയുള്ള പാപികളെ അടിക്കണം സാറേ, അടിച്ച് തന്നെ ശരിയാക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞ് നീ ആരടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു വലിച്ച് വിനീതിനെ ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. യമുനയും നീളമോളും ശാരദയൊക്കെ പിന്നെ കൂടെ കരഞ്ഞ് നിലവിളിച്ച് ഓടുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവർ കൊണ്ടുപോയിട്ടുണ്ടാവും. ഉടനെ തന്നെ ശാരദ ഗംഗനെയും കാവേരിനെയും വിളിച്ചറിയിക്കുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും പുറത്താണ്. അപ്പോൾ വിളിച്ചറിയിക്കുമ്പോൾ വിനീതേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിന്ന് കേട്ടോട് കൂടിയിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്താണ് കേട്ടോ കാവേരി ഗംഗയും. അങ്ങനെ ഗംഗയാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ട് വിനീതിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാവേരി പോലീസുകാരൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ തിരഞ്ഞ് ചെല്ലും കേട്ടോ. ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് പെട്ടിയിൽ അടച്ച് വെച്ചിരിക്കുകയൊന്നുമല്ല ഞങ്ങൾ വിനീതിനെ എന്ന് പറയുമ്പോൾ കാവേരിക്ക് വേണ്ടപ്പെട്ടതാണെങ്കിൽ ഏത് പെട്ടിയിൽ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിലും കാവേരിക്ക് അത് പുറത്തെടുക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് പോലീസിനെ വെല്ലുവിളിക്കുന്നുണ്ട് കാവേരി. ഇത്രയാണ് പ്രമോ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.